നമ്മുടെ CJPയുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അടുത്തൊരു പ്രൊട്ടസ്റ്റിൻ്റെ രൂപേണ തുടങ്ങിയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ് E20 ജനതാ പാർട്ടി. E20 ജനതാ പാർട്ടി ഇപ്പോൾ ഇൻസ്റ്റയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഏകദേശം 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ ഇപ്പോൾ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഇവരുടെ ആവശ്യം എന്താണ്? ഈ E20 പെട്രോളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവർ ഈ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു പാർട്ടി ഇപ്പോൾ ഇൻസ്റ്റയിൽ രൂപീകരിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ഈ ഗവൺമെൻറ് എഥനോൾ മിക്സ്ഡ് ആയിട്ടുള്ള ഈ പെട്രോളിയത്തിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടേതായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്. ലൈക്ക് വിദേശത്തു നിന്ന് വരുന്ന ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, പിന്നെ വിദേശ നാണയ നിക്ഷേപങ്ങളിൽ ഗണ്യമായിട്ടുള്ള കൺട്രോൾ കൊണ്ടുവരിക, പിന്നൊന്ന് പറയുന്നത് കാർഷിക വിപണിയിലുള്ളവർക്ക് അത്യാവശ്യം നല്ലൊരു വിപണി കൈവരിക്കാനായിട്ട് സഹായിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ ഈ E20 മിക്സ് ചെയ്യുന്ന പെട്രോളിലേക്ക് മിക്സ് ചെയ്യുന്ന എഥനോൾ ഉണ്ടാക്കുന്നത് തന്നെ ഈ ഒരു കരിമ്പ് പോലുള്ളവയിൽ നിന്നാണ്. സോ അങ്ങനെ കാർഷിക മേഖലയുള്ളവർക്ക് വിപണി കൂടുതൽ എത്തിക്കുക, ഇതൊക്കെ മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഇപ്പോൾ നിലവിലുള്ള ഈ സർക്കാർ എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ E20 ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് അഥവാ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചോയ്സ് ഉണ്ട്, കൺസ്യൂമർ ചോയ്സ്. അവരുടേതായിട്ടുള്ള ചോയ്സിനനുസരിച്ചുള്ള രീതിയിൽ വേണം ഈ E20 പെട്രോളും 100% ആയിട്ടുള്ള പെട്രോളും നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാക്കാൻ. അത് തന്നെയാണ് ഇവരുടെ ഇപ്പോഴത്തെ ആവശ്യവും. നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോൾ പെട്രോൾ ഏത് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവരിക. E20 പെട്രോൾ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ 100% പ്യൂർ പെട്രോൾ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ, അതാണ് അവർ ഇതിൽ നിന്നിവിടെ മുന്നോട്ട് വെക്കുന്നത്. സോ നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പ്രൊട്ടസ്റ്റ് ഏത് തരത്തിലാണ് അവർ കൊണ്ടുപോകുന്നതെന്നും അവരെന്തൊക്കെ ആശയങ്ങളാണ് ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്നതെന്നാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇവരുടെ പേജ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് we can support this page.